നമ്മുടെ വീടുകളിലും കേന്ദ്ര സർക്കാരിൻ്റെ വർഷം 6000 രൂപ ലഭിക്കുന്ന PM കിസാൻ സമ്മാൻ നിധി ധനസഹായം വാങ്ങുന്നവരുണ്ട് എങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതിൽ കേരളത്തിലും അറിയിപ്പുണ്ട്. മറ്റൊന്നുമല്ല, സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്ന ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് എത്രയും വേഗം കേരളത്തിലുള്ള 68,000-ന് മുകളിൽ കർഷകർ അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് എത്രയും വേഗം ചെയ്യണമെന്നുള്ള അറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഈ 68,000 പേരുടെ ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആധാറിൻ്റെ വെബ്സൈറ്റിൽ കയറി ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം. അതായത് നിലവിൽ 2,000 രൂപ വാങ്ങുന്ന കർഷകർ തീർച്ചയായിട്ടും ഇതൊന്ന് പരിശോധിച്ചേക്കുക. ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ഇനാക്റ്റീവായി മാറിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട് എങ്കിൽ നമ്മളുടെ ബാങ്കിൽ എത്തിച്ചേർന്ന ആധാർ ബന്ധിപ്പിച്ച് അക്കൗണ്ട് ആക്റ്റീവാക്കി എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് സജീവമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, പക്ഷേ കേന്ദ്ര സർക്കാർ ഈ ധനസഹായം വിതരണം ചെയ്യുന്നത് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണമാണ് ഫെബ്രുവരി അവസാനത്തോടെ നടക്കാൻ പോകുന്നത്. ചിലപ്പോൾ അത് മാർച്ച് മാസത്തേക്ക് ചിലപ്പോൾ നീട്ടിയേക്കാം. എന്നാൽ അതിൽ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പ് ഈ സമയത്ത് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ ഈ ആനുകൂല്യം മുടങ്ങിയ കർഷകർക്ക് വിതരണം ചെയ്തു എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഔദ്യോഗികമായിട്ട് അറിയിപ്പ് പുറത്തിറക്കി. അതിൽ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്തു ലഭിക്കാത്ത കർഷകർക്കൊക്കെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഇൻസ്റ്റാൾമെൻറ്റുകൾ മുടങ്ങിയവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം നടത്തിയെന്ന് പറഞ്ഞിരുന്നു. അത് ലഭിക്കാത്തവരുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവരും അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യം വാങ്ങുന്ന കർഷകരും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ആണ് പരിശോധിക്കേണ്ടത്. ഇലക്ട്രോണിക് KYC പോലുള്ള കാര്യങ്ങൾ നിർബന്ധമാണ്. അത് നമ്മളെല്ലാം പൂർത്തിയാക്കിയവരുമാണ്. എന്നാൽ ഇതെല്ലാം പൂർത്തിയാക്കിയിട്ട് ധനസഹായം ലഭിക്കാത്തവരാണ് ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ അടുത്ത ഗഡു ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ കർഷകരും ആധാർ വെബ്സൈറ്റിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കുക. നമ്മളുടെ ആധാർ നമ്പർ ഉൾപ്പെടെ നൽകിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആധാറുമായിട്ട് ഏത് അക്കൗണ്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് എന്നും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഏതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അക്കൗണ്ട് ആക്റ്റീവായിട്ടാണ് കാണുന്നത് എങ്കിൽ മറ്റ് തടസ്സങ്ങളില്ല. നമുക്ക് അടുത്ത 2,000 ഒരു തടസ്സവും കൂടാതെ അക്കൗണ്ടിലേക്ക് കയറും. എന്നാൽ 68,000-ഓളം വരുന്ന കർഷകർ, അതായത് 1,00,000-ന് മുകളിൽ കർഷകർക്കാണ് അടുത്ത ഗഡു തടസ്സപ്പെടുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതായത് കേരളത്തിലെ മാത്രം സ്ഥിതിയാണിത്. മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ 60,000 താഴെയും അതോടെ തന്നെ ചില സംസ്ഥാനത്ത് 1,00,000-ന് മുകളിലും കർഷകർക്ക് ആനുകൂല്യം മുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ മുന്നറിയിപ്പ് നൽകുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് പരിശോധിച്ച് നമ്മളുടെ ബാങ്കിൽ എത്തിച്ചേർന്ന് നമുക്കിത് ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. ഇനി ഇത് ബന്ധിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചേർന്ന ആധാർ ബന്ധിപ്പിച്ച് പോസ്റ്റ് ഓഫീസിൽ IPPB അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലെല്ലാം സംവിധാനങ്ങൾ നമ്മുടെ കൺമുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ ആനുകൂല്യം കളയാതിരിക്കുക, എത്രയും വേഗം സ്റ്റാറ്റസ് പരിശോധിക്കുക. കിസാൻ സമ്മാൻ നിധി ധനസഹായം വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ കർഷകരും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഈ സ്ക്രീനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.